ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോട്ട് ആൻഡ് സോർ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലോട്ട് നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇടണം. അത് നല്ലതായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിലോട്ട് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അത് ഒന്നും കൂടെ അടിച്ചെടുക്കണം. എന്നിട്ടത് നമ്മൾ മാറ്റി വെക്കണം. ഇനി നമുക്ക് പൊടികൾ എടുക്കണം. ഇനി നമുക്ക് പൊടികൾ എടുക്കാം. 1 കപ്പ് മൈദ ഒരു അരിപ്പയിലോട്ട് ഇടുക. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. ബേക്കിംഗ് സോഡ ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് അത് നല്ലതായിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കണം. അരിപ്പയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. മുട്ട, വാനില എസൻസ്, ഓയില്, പഞ്ചസാര എല്ലാം കൂടെ അടിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ആ മിക്സിയിലോട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇച്ചിരി കട്ടിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ പാൽ ആഡ് ചെയ്യണം. അത് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് ആഡ് ചെയ്യേണ്ടത്. നേരത്തെ തണുത്ത പാൽ ആഡ് ചെയ്യാൻ പാടില്ല. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ അത്ര കട്ടിയാകാൻ പാടില്ല, എന്നാൽ ലൂസ് ആകാൻ പാടില്ല. നമ്മളിങ്ങനെ മേലോട്ട് പൊക്കി ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡായിട്ട് ഇങ്ങനെ മടങ്ങി വീഴണം. ലൂസായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. നമുക്ക് അതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ ബട്ടറും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബട്ടർ പേപ്പറിൽ ബട്ടർ തേച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, ബാറ്റർ നമ്മൾ കേക്ക് ടീനിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് ഓവനകത്ത് വെച്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ പോകാൻ വേണ്ടി. നമ്മുടെ ഓവന് പ്രീഹീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ, കൺവെൻഷനിൽ 180 ഡിഗ്രിയിൽ നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം ഓവൻ. അതൊരു ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് വെക്കും. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ആദ്യം ഒന്നും നമ്മൾ തുറന്ന് നോക്കരുത്, അപ്പോൾ കേക്ക് പൊങ്ങത്തില്ല. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേന് തുറന്ന് നോക്കിയാൽ മതി. ഇത് നമുക്ക് സ്റ്റൗവിലും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഈ ബാറ്റർ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ചെറിയ തീ വെച്ച് ഈ കേക്ക് ബാറ്റർ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും തുറന്ന് കുത്തി നോക്കണം ബാറ്റർ റെഡി ആയോ എന്ന്. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ സമയം വെച്ചിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം. നല്ല കേക്ക് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 32 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അന്നേരം ഒന്ന് കുത്തി നോക്കണം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 32 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി 3 മിനിറ്റ്സ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഒന്ന് കുത്തി നോക്കാം. ഓവൻ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. കൈ പൊള്ളാതെ വേണം നമ്മൾ കുത്തി നോക്കാൻ. ഒരു ചെറിയൊരു നൈഫ് വെച്ച് ഞാൻ കുത്തി നോക്കുന്നുണ്ട്. നൈഫിലൊന്നും ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായെന്നാണ്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ട് കേക്ക് കട്ട് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് പൊങ്ങി നല്ല രീതിയിൽ കേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ചൂടാറുമ്പോൾ കേക്ക് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാം നമ്മുടെ കേക്കിൻ്റെ എങ്ങനെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റാണ്. പുറമേ ചൂടോടെ എടുക്കുമ്പോൾ ഇച്ചിരി ക്രിസ്പി ആയിരിക്കും, പക്ഷെങ്കിൽ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആകും. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ്, പുറമേ ഇച്ചിരി ക്രിസ്പാണ്, പക്ഷേ അത് തണുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിക്കോളും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഒരാളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എളുപ്പത്തിൽ നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ മണ്ടയിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മണ്ടയിൽ ഒഴിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും, നല്ല ക്രീമി ആയിരിക്കും. ചോക്ലേറ്റ് കേക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫെലിക്സിന് കൊടുക്കാം. ഫെലിക്സ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ കേക്ക് കഴിക്കാൻ വേണ്ടി. ഫെലിക്സ് കഴിച്ചിട്ട് കേക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയും. This is actually very good. ഫെലിക്സ് കേക്ക് എങ്ങനെയുണ്ട്? But